ഹലോ ഗൈസ്, മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളിൽ ചാന്ദ്ര ദിനത്തോടനുബന്ധിച്ച് ക്വിസ് നടക്കാറുണ്ടല്ലോ. ആ ക്വിസുകളിൽ ഫസ്റ്റ് ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ കാണൂ. അങ്ങനെ നിങ്ങൾക്കും സ്കൂളിൽ ഫസ്റ്റ് ആക്കാം. അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനെ സ്പർശിച്ചത് എന്ന്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രാകേഷ് ശർമ്മ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ശുഭാംശു ശുക്ല. ഏത് ബഹിരാകാശ നിലയത്തിലാണ് രാകേഷ് ശർമ്മ പരീക്ഷണങ്ങൾ നടത്തിയത്? ഉത്തരം സല്യൂട്ട് 7. ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി എത്തിക്കാനുള്ള നാസയുടെ ദൗത്യത്തിന്റെ പേരെന്ത്? ഉത്തരം ആർടെമിസ്. ബ്ലൂ ഒറിജിൻ എന്ന ബഹിരാകാശ ഏജൻസിയുടെ സ്ഥാപകനാര്? ഉത്തരം ജെഫ് ബെസോസ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം വി നാരായണൻ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആര്? ഉത്തരം ഗോപി തൊട്ടക്കുറ. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകം ഏത്? ആദിത്യ L1. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ മനുഷ്യനിർമ്മിത പേടകം ഏത്? ഉത്തരം വോയേജർ 1. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കോസ്മോസ് എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം കാൾ സാഗൻ. തിരുവാതിര ഏത് നക്ഷത്രഗണത്തിന്റെ ഭാഗമാണ്? ഉത്തരം വേട്ടക്കാരൻ അഥവാ ഒറിയോൺ. ഗ്രഹപദവി നഷ്ടപ്പെട്ട പ്ലൂട്ടോ ഇപ്പോൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം കുള്ളൻ ഗ്രഹങ്ങൾ. ISRO ചെയർമാനായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച മലയാളി ആര്? ഉത്തരം കെ കസ്തൂരിരംഗൻ. ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കാനായി തയ്യാറാക്കിയ ഹ്യൂമനോയിഡ് റോബോട്ട് ഏത്? ഉത്തരം വ്യോം മിത്ര. സ്പേസ് എക്സ് എന്ന സ്വകാര്യ സ്പേസ് കമ്പനി സ്ഥാപിച്ചതാര്? ഉത്തരം ഇലോൺ മസ്ക്. ആർടെമിസ് ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് പോകാനായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആര്? ഉത്തരം ക്രിസ്റ്റീന കോച്ച്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഓഗസ്റ്റ് 23. ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരെന്ത്? ഉത്തരം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. പ്രപഞ്ചത്തിലെ ഇരുണ്ട ദ്രവ്യത്തെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച പേടകം? ഉത്തരം യൂക്ലിഡ്. ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ വിക്രം ലാൻഡർ ലാൻഡിംഗ് നടത്തിയ പ്രദേശത്തിന്റെ പേരെന്ത്? ഉത്തരം ശിവശക്തി പോയിന്റ്. ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡിവിഷണൽ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമേത്? ഉത്തരം ചൈന.
ISRO തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഏത്? ഉത്തരം പുഷ്പക്. ഗഗൻയാൻ ദൗത്യത്തിലെ യാത്രക്കാരെ സഹായിക്കാനായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം സഖി ആപ്പ്. അപ്പോളോ ദൗത്യത്തിൽ 12 പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങിയ അവസാന വ്യക്തി ആര്? യൂജിൻ സെർനാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.